ഈ രാജ്യത്ത് നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു നോക്കിയ ഒരുത്തനില്ലേ? നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതിന് നിരവധി തെളിവുകളുണ്ട്. നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചു ഉയർന്നു വന്ന ഒരുത്തൻ. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ പ്രേക്ഷകരോട്, എന്നെ ഒരു മാധ്യമ വളർത്തി വല്ലാക്കിയിട്ടില്ലവർ, എന്നെ വളർത്തി വല്ലാക്കി നിങ്ങളാണ് എന്റെ പ്രേക്ഷകർ. ഈ വളർത്തുന്നവരെ സാക്ഷിയായി ഞാൻ പറയുകയാണ്. ആയിരങ്ങളാണ് നടൻ ദിലീപിനെ വരവേറ്റത്. എന്റെ പടിവാതിൽ കടന്ന് പുറത്തേക്ക് വന്ന ദിലീപിനെ കണ്ട് ഞാൻ തന്നെ ചോദിച്ചു, എടാ ദിലീപ്, സത്യം പറ, എന്തെങ്കിലും ഉണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഒരിക്കലും ഇല്ല. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞ് വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കുന്നത്. വിളിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഇത് എന്നെ അതിലേക്ക് വലിച്ചടക്കണ്ട. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇതിലൂടെ പറയുന്നു. എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ നേരിട്ടൊന്ന് പറയും. ഒരുപാട് ദിവസം വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ വളച്ചൊടിച്ചത് എല്ലാവർക്കും അറിയാം. ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ദയവ് ഇത് വളച്ചൊടിച്ചൊന്നും പറയരുത്. തിളക്കം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു വേഷം ചെയ്യണം. ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പല ആളുകളെ നോക്കി വന്നില്ല. ഈ പ്രമുഖ നടിയായിൽ അന്ന് ഒരു സിനിമ ചെയ്തിരിക്കുന്ന സമയം ഹീറോയിനൊന്നുമല്ല. നമ്മുടെ സിനിമയിലൊരു ഗസ്റ്റ് അപ്പിയറൻസിന് ഞാൻ പറഞ്ഞു, ഗസ്റ്റ് അപ്പിയറൻസിനാണ് എന്നുവെച്ച് പോയ നെക്സ്റ്റ് ഞാൻ ചെയ്ത പടത്തിൽ ഹീറോയിനാക്കുകയാണ് ചെയ്തത്. അന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇവരെ ഹീറോയിൻ എന്ന് ചോദിച്ചു. പിന്നീട് ഒരവസരത്തിൽ അവരുടേതായ ചില പെരുമാറ്റങ്ങളും മറ്റുള്ള ചില കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാനിങ്ങോട്ട് മാറി. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം നമ്മുടെ നേർക്ക് തിരിഞ്ഞു വരുന്നത്. പിന്നെ വരുന്നത് ഇതാണ്, ഈ നടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, സിനിമകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴും സ്ത്രീകളായോ ദിലീപിന്റെ കോമഡി, പക്ഷെ ദിലീപ് ഇപ്പൊ മുഖം മാറുമല്ലോ. ദിലീപ് അങ്ങനെ ഭയങ്കരനാണെന്ന് വിചാരിച്ചു ഇല്ലാത്ത കാര്യമൊക്കെ ദിലീപിന്റെ തലയിൽ വെച്ച് കേട്ടിട്ടുണ്ട്. ഈ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സെലിബ്രിറ്റിയെ കുറിച്ചൊരു കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കാനാണുള്ളത്. അതാണ് ഇന്നത്തെ കാലഘട്ടം യൂട്യൂബിൽ. അമ്മ ഇപ്പൊ ഇവിടെ വരാനുള്ള കാരണം എന്താണ്? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ആരെ? ദിലീപേട്ടന്. ദിലീപേട്ടാണ് വീട് വെച്ചത്. ആരോട് ഞങ്ങള് ആ വീട്ടിൽ താമസിക്കുന്നു. ദിലീപേട്ടന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിളക്ക് കത്തിച്ച്, ഞാൻ കിടവിളക്ക് കത്തിച്ചു. ഒരു വർഷം ഒരാളെ പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്നത് ശരി, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് ശരിയല്ല. ദിലീപ് തെറ്റ് നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്ത്. ആ നിയമവ്യവസ്ഥയിൽ പോലീസുണ്ട്. അവര് നോക്കും. അതീവ നിർണായകമായ ദിവസമാണ് നാളെ. കേസും അതൊന്നും വിഷയമല്ല. നമ്മൾ നേരോട്ട് ദിലീപേട്ടൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. ഇപ്പോഴും ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ട് നിങ്ങൾ 9 വർഷം പറഞ്ഞില്ല, ഞാനൊന്ന് 100 വർഷം പറഞ്ഞു. എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇനി ഇയാളില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ദൈവമായിട്ട് ഒരു രാമലീലേനെ ഓപ്പൺ ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് ഒരാളും അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ആക്ടർ അവിടെ ക്ലോസ്ഡ് ആണ്. പുള്ളി അസാമാന്യ ടാലൻ്റ് ഉള്ളതാണ്.
ഒരു സിനിമ എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയുന്നുള്ളതാണ്. ഈ നിൽക്കുന്ന സ്റ്റാൻഡിൽ അത്തരം സിനിമകൾ ഇനിയും കളിക്കും. இந்த வாட்டி மிஸ்ஸே ஆகாது. மீண்டும் சந்திக்க வரைக்கும்